ഏറ്റവും വിവാദമായി നിൽക്കുന്നത് ഹെലികോപ്റ്ററിൽ പോയത് ഞാനൊരു രഹസ്യമായി ഒരു സ്വകാര്യ ഇൻവെസ്റ്ററെ കാണാനാണ്, സ്വകാര്യ ഇൻവെസ്റ്റേഴ്സിനെ കാണാനാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ഇത് വായിക്കണം. അങ്ങനെ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്, ഗവൺമെന്റാണ്. മുഖ്യമന്ത്രി റെപ്രസെന്റ് ചെയ്യുന്നത് കേരളത്തെയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു വ്യവസായിയെ കാണാൻ പോകണമെങ്കിൽ രഹസ്യമായിട്ട് ഏതെങ്കിലും ഡീല് നടത്താനൊന്നും പറ്റില്ല. ആരെയാണ് കാണാൻ പോകുന്നതെന്നൊക്കെയുള്ള സാധാരണ ഇത് കൃത്യമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറയേണ്ടതാണ്. അതിനു പകരം ഞാൻ പോയി പറയാൻ പറ്റില്ല. അപ്പോൾ പുറത്തു പറഞ്ഞാൽ അപകടം ഉണ്ടാവുന്ന ഒരു ഇൻവെസ്റ്ററെ കാണാനാണോ പോയേക്കുന്നത്? ഇതെങ്ങനെ ഏതെങ്കിലും രഹസ്യമായിട്ട് ഏതെങ്കിലും ഗൂഢാലോചന നടത്തുന്ന ഒരു പരിപാടിയല്ലല്ലോ സംസ്ഥാനത്തിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചർച്ച നടക്കുന്നത്. നേരത്തെയുള്ള സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ഇനി ഭാവി വരാൻ പോകുന്ന സർക്കാരുകളും കേരളത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരണം, കൂടുതൽ ജോലി സാധ്യത വരണം. പക്ഷേ ദുരൂഹമായി കാര്യങ്ങൾ ചെയ്യുന്ന എന്തിനാ? എന്നിട്ട് ചോദിക്കുന്ന പത്രക്കാരോട് തട്ടിക്കേറുക. ഇതൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. ഇവിടെ സംസാരിക്കാനും ചോദിക്കാനും പത്രക്കാർക്ക് അവകാശം ഇല്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ചോദിക്കുന്ന പത്രക്കാരെ അവമാനിക്കുക. ഇന്നലെ ഞാൻ കണ്ടു, മറ്റു പലരും നമ്മളെല്ലാം കണ്ടതുപോലെ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്ന് ഇപ്പുറത്തിരിക്കുക, എന്നിട്ട് പ്രസംഗം നടത്താൻ. ഏത് പത്രപ്രവർത്തകരോടെ എന്നുള്ളത് എനിക്കറിയില്ല, കാണുന്ന വിഷയതാണ്. നിങ്ങൾ ഇപ്പുറത്ത് വന്നിരുന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് പ്രസംഗിച്ചോടങ്ങ്. കേരളത്തിൽ പത്രക്കാർക്ക് സ്വതന്ത്രമായി ചോദിക്കാൻ അവസരമുള്ള ഒരു സ്ഥലമാണ് ഏത് സമയത്തും. മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇങ്ങനെ അല്ലായിരിക്കും. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി പത്രങ്ങളുടെ പേരെടുത്ത് പറയുന്നു. ഇന്നലെ ദേശാഭിമാനിയും കൈരളി എടുത്തു പറയുന്നു. നാളെ വേറൊരു പത്രപ്രവർത്തകരോടും പറയും. അവരെ മാനസികമായിട്ട് തകർക്കും. അങ്ങനെ ചെയ്യുന്ന രീതി, ആ രീതിക്കൊപ്പം സ്വന്തം നിലപാടുകൾ ഒരു മുഖ്യമന്ത്രി എന്നല്ല, അദ്ദേഹം സ്വന്തമായിട്ട് ഒരു സ്വന്തം കാര്യത്തിന്, വ്യക്തിപരമായ കാര്യത്തിന് പോയാൽ ആരും ചോദിക്കില്ല. സർക്കാരിന്റെ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പോയത് എവിടെയാണ് എന്ന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി. അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിനെ കാണാൻ പോയത് ഇപ്പോഴും പുറത്തു പറഞ്ഞിട്ടില്ല. ഇതൊന്നും രഹസ്യമായിട്ട് ഈ ചില പണ്ടൊക്കെ ഈ ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ പറയുന്ന പോലെ ഞങ്ങളോട് ചർച്ച ചെയ്യുന്നത് ഇന്ന കാര്യമാണ്, ആരുടെയും പറയരുത് എന്ന് പറയുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ പണ്ടൊക്കെ. രഹസ്യമായിരിക്കണം. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അങ്ങനല്ലല്ലോ. അപ്പൊ ഇൻവെസ്റ്ററെ കാണാൻ പോകുന്നു എന്നുള്ളത്, അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കാണാൻ പോകുന്നു എന്ന് പുറത്തു പറയാതെ വ്യക്തിപരമായി ഇത് രഹസ്യമായിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണ്. അപ്പൊ അതിനെ ന്യായീകരിക്കുകയാണ്. അതൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം കാണിച്ചിരിക്കുന്നതിന്റെ എല്ലാ സ്വഭാവമുണ്ട്. അപ്പൊ ആ ഒരു തരത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണല്ലോ മന്ത്രിമാരും കാണുന്നത്. ഈ മന്ത്രി പരിഹാസം അദ്ദേഹത്തിന് ഉണ്ടായത് മുൻ സർക്കാരിന്റെ മുഖ്യമന്ത്രി ദുരന്തം ഉണ്ടാകുമ്പോൾ, പ്രളയം ഉണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കില്ല എന്ന് എനിക്കറിയില്ല എന്നായിരുന്നു. അല്ല, അതൊക്കെ ഒരിക്കലും ഒരു മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം പറയാൻ പാടില്ല. മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു പൊതുപ്രവർത്തകനും പറയാൻ പാടില്ല. അദ്ദേഹം മുഴുവൻ ആളുകളെ കളിയാക്കുമല്ലേ ചെയ്ത്. അദ്ദേഹം ആ കാര്യത്തിനകത്ത് വാസ്തവത്തിൽ അദ്ദേഹം ഇങ്ങനൊരു വലിയ ആഡംബരമായ ഒരു വലിയ സദ്യ ആ മാനസികാവസ്ഥയോടെ കഴിക്കാൻ പറ്റുമോ അപ്പോഴെന്നുള്ളതാണ് ആളുകൾ ചോദിച്ചത്. ആളുകൾ കുറെ പേര് കടലിൽ പോയിട്ട് കാണാതെ വരുന്നു. ഇപ്പൊ ഇന്നലെ ഞാൻ കൊല്ലത്ത് ഒരു വീട്ടിലെയാണ് 3 പേര്, അച്ഛനും മരുമകനും കൊച്ചുമകനും. ഈ തരത്തിൽ മരണം ഉണ്ടാകുന്നു. വെള്ളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ആൾ നിൽക്കുന്നു. അങ്ങനൊരു സമയത്ത് എന്തു മാനസികാവസ്ഥയിലാണ് ഇത്രയും വലിയൊരു സദ്യ ഹോസ്റ്റ് ചെയ്തൊരു സദ്യ കാണുന്നത്? അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ അറിഞ്ഞില്ല 2018 അന്ന് മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നു. ഇതെല്ലാം ചോദിക്കുന്ന ആളുകളെ കളിയാക്കലാണ്. നിരന്തരമായിട്ട് ഇങ്ങനെ പറയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥാനമാണ് കുറയ്ക്കുന്നത്. അപ്പൊ അത് ആ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടിട്ടാണ് ഇപ്പോ KSRTC ബസിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾ ചോദിച്ചത്. KSRTC ബസ് കയറാനായിട്ട് നിങ്ങളൊക്കെ ഒരു കാര്യമില്ലാതെ വന്നതല്ലേ? അപ്പൊ ബസ് ഉണ്ടാവില്ല, അല്ലെ ബസ് കേടാവും, അല്ലെ വണ്ടി ഓടിക്കില്ല. ഇത് ഒരു സമീപനത്തിന്റെ പ്രശ്നമാണ്, രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. സ്റ്റേറ്റിന്റെ ഒരു പൊതുവിലെ സ്റ്റേറ്റിന്റെ ഒരു മന്ത്രിമാര് സ്വീകരിക്കേണ്ട സമീപനം ഇത്രയും ഏകാധിപത്യപരമാവരുത്. മാടമ്പിത്തരം കാണിക്കാനല്ല സർക്കാരിന്റെ പദവികളിൽ ആളിരിക്കേണ്ടത്.